നല്ല ദൈവിക ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്ന, സ്വർഗീയ ഇഷ്ടം ചെയ്യുന്ന പുരോഹിതനാണെങ്കിൽ ഉറപ്പായിട്ടും തകർന്നു കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന മനുഷ്യനെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ശുശ്രൂഷകരോടും, എല്ലാ കർത്തൃദാസന്മാരോടും, ദൈവവേല ചെയ്യുന്ന മക്കളുമാരോടും എനിക്ക് പറയാനുള്ളത്, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് മുറിഞ്ഞവരുടെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടിയാണ്. തകർന്ന ജീവിതങ്ങളെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവർക്ക് യേശുക്രിസ്തു എന്ന പ്രതീക്ഷ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. പുരോഹിതൻ അവൻ കഴിഞ്ഞു, അവൻ അവസാനിച്ചു എന്ന് പറഞ്ഞ് മാറി കടന്നുപോയി. ലേവ്യൻ അതുവഴി വന്നു. ലേവ്യൻ വേദപുസ്തകത്തിൽ ദശാംശം സ്വീകരിക്കുന്നത് പഴയ നിയമത്തിൽ ലേവ്യന്മാരാണ്. ജനത്തിന്റെ ദശാംശവും ജനത്തിന്റെ നന്മയും ജനത്തിന്റെ അനുഗ്രഹങ്ങളും സ്വീകരിച്ച് അനുഭവിക്കുന്ന ലേവ്യൻ പോലും ഈ തകർന്നു കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കുവാനോ പരിഗണിക്കുവാനോ തയ്യാറായില്ല. എന്നാൽ ഇന്ന് ഒരാത്മീക സത്യം നിങ്ങളോട് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. നീ അവസാനിച്ചു എന്ന് പുരോഹിതനും ലേവ്യനും പറയുമ്പോൾ, സത്യമായി ഞാൻ പറയുന്നു, പുരോഹിതനും ലേവ്യനും ചിന്തിച്ചത് അവന്റെ കിടപ്പ് കണ്ടിട്ട് അവൻ തീർന്നു എന്നാണ്. ശമര്യൻ മാത്രമേ ഉള്ളൂ അവന്റെ അടുക്കൽ ചെന്ന് മനസ്സലിഞ്ഞ് അവന് വേണ്ടി രക്ഷ ചെയ്ത്. ശമര്യനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി. ഈ നല്ല ശമര്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, യേശുവാണ്. ഈ നല്ല ശമര്യനായി നാം തീരേണ്ടത് ആവശ്യമാണ്. ലേവ്യനും പുരോഹിതനും മതസംവിധാനമാണ്. മതം മനുഷ്യനെ രക്ഷിക്കാതെ പോകുമ്പോൾ, മനുഷ്യർക്ക് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയാതെ പോകുമ്പോൾ, മതങ്ങളും മതസംവിധാനങ്ങളും മനുഷ്യന്റെ പരാജയം കണ്ട് വഴിമാറി കടന്നു പോകുമ്പോൾ, സ്വർഗീയ മഹിമകളെ വിട്ട് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് എന്റെ അരികിൽ വന്ന് മനസ്സലിഞ്ഞ് ജീവനെ തന്ന് എന്നെ വിടുവിച്ച ഒരുവനുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ.